കേരളത്തോട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കളവാണ് കൈരളി ഇന്നലെ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിൽ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചെന്നായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കേരളത്തോട് പറഞ്ഞത്. എന്നാൽ വിവരാവകാശ രേഖ പറയുന്നത് അങ്ങനെ ഒരതൃപ്തിയും സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അതൃപ്തി അറിയിച്ചു എന്ന കള്ളം കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത്? ആ കള്ളത്തിന് പുറകിലുള്ള കാരണം എന്താണ്? സനോജ് കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. കോട്ടയത്ത് നിന്ന് സനോജാണ് ഈ വാർത്ത ഇന്നലെ കേരളത്തെ അറിയിച്ചത്. നോക്കാം അതിന് തുടർച്ചയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന്. സനോജ്, ഗുഡ് മോർണിംഗ്. സനോജ്, ഇന്ന് നമ്മൾ കൈരളിയുടെ പിറന്നാൾ ദിവസമാണ്, നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ആ പിറന്നാൾ ദിനത്തിലാണ് നമ്മൾ കൊണ്ടുവന്ന മറ്റൊരു വാർത്ത കേരളം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സമീപകാല വാർത്താ ചരിത്രമെടുത്താൽ കൈരളി തിളങ്ങി നിൽക്കുന്ന ഒരുപാട് ഏടുകളുണ്ട്. അതിന്റെ കൂട്ടത്തിലേക്ക് വരികയാണ് സനോജ് കൊണ്ടുവന്ന വാർത്തയും. ഇന്ന് ആ വാർത്ത കേരളം ചർച്ച ചെയ്യുകയാണ്. കേരളം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്. എന്തിനാണ് അതൃപ്തി അറിയിച്ചു അദാനി ഗ്രൂപ്പിനെ എന്ന് താങ്കൾ കള്ളം പറഞ്ഞതെന്ന്? തീർച്ചയായിട്ടും ഒരു ഇത്തരത്തിലൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത, പ്രത്യേകിച്ച് ഒരു വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധികാരികമായിട്ടുള്ള മുഖ്യമന്ത്രി കള്ളം പറയുന്നതിനെ പൊളിക്കുന്ന ഒരു രേഖ. ആ രേഖ ഇങ്ങനെ പുറം ലോകത്ത് എത്തിയിട്ടും മറ്റു മാധ്യമങ്ങൾക്ക് ഇത് കണ്ട ഭാവമില്ല. ചില ഒറ്റപ്പെട്ട മാധ്യമങ്ങൾ മാത്രമാണ് ഈ വാർത്ത ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രി പല കാര്യങ്ങളിലും കള്ളം പറഞ്ഞു. എന്നാൽ അത് കളവാണ് എന്ന് വിശ്വസനീയമായ ഒരു ആധികാരിക രേഖ, സർക്കാർ തന്നെ നൽകിയ ഒരു വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് കൈരളി ഇത് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം ഈ വിവരാവകാശ രേഖയ്ക്ക് അപേക്ഷ നൽകിയ കൃഷ്ണൻമുട്ടി എന്ന് പറയപ്പെടുന്ന കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കാരണം ഇദ്ദേഹം ഈ അപേക്ഷ നൽകിയത് പ്രകാരം അദ്ദേഹത്തിന് രേഖകൾ കൃത്യമായി ലഭിക്കണമെന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി നൽകാതെ അണ്ടർ സെക്രട്ടറി അദ്ദേഹത്തെ ഒന്നല്ല 2 പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെടുകയും ആദ്യം വിളിച്ചപ്പോൾ ഏകദേശം 340ഓളം പേജുകളുണ്ട്, ആ പേജുകൾ മുഴുവൻ ആവശ്യമുണ്ടോ അതോ പ്രധാനപ്പെട്ട രേഖകൾ മാത്രം മതിയോ എന്നുള്ളതായിരുന്നു അണ്ടർ സെക്രട്ടറിയുടെ ചോദ്യം. എന്നാൽ പ്രധാനപ്പെട്ട രേഖകൾ മാത്രം മതി എന്ന് പറയുകയും അതുപ്രകാരം 50 രൂപയോളം അടച്ചാൽ മതിയാകുമെന്നും ഞാൻ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞാണ് അണ്ടർ സെക്രട്ടറി ഫോൺ കട്ട് ചെയ്തത്. അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം ഈ അണ്ടർ സെക്രട്ടറി അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുകയും ഈ ചെല്ലാൻ പ്രകാരമുള്ള തുക അടച്ചിരുന്നു എന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് ഈ തുക അടച്ചതിനു ശേഷം ഇതിന്റെ ഒറിജിനൽ ചെല്ലാൻ രേഖ എവിടെ ഹാജരാക്കണമെന്ന് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടി താൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് അപേക്ഷകൻ മറുപടി പറഞ്ഞു. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം വിളിക്കാം, അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട ഫയൽ മിസ്സിംഗ് ആയിട്ടുണ്ട്, അത് ഏതാണ് എന്ന് കണ്ടെത്തിയ ശേഷം താൻ വീണ്ടും വിളിക്കാമെന്ന് പറയുകയായിരുന്നു. അതിനുശേഷം 3ാമത്തെ ദിവസമാണ് ഈ രേഖകൾ നൽകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു മറുപടി മെയിൽ മാർഗം അദ്ദേഹത്തിന് ലഭിച്ചത്. പക്ഷേ ഇത് അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് വിവരാവകാശ രേഖ കൊടുക്കുമ്പോൾ അതിന്റെ മറുപടി അപേക്ഷന് കൃത്യമായി കൊടുക്കുകയും അത് ഒപ്പിട്ട് കൈപ്പറ്റുകയും ചെയ്യേണ്ടതാണ് രീതി. അത് സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ ഈ വിവരാവകാശ പ്രവർത്തകനായിട്ടുള്ള ഈ കൃഷ്ണൻമുട്ടി ഇന്ന് ഈ 99 രൂപ ചെല്ലാൻ തുക അടച്ചതിനു ശേഷം ഈ ആധികാരിക രേഖ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും അപേക്ഷയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിയമപോരാട്ടം നടത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. കാരണം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി വിവരാവകാശ നിയമപ്രകാരം നൽകുക എന്നുള്ളതാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം. അല്ലാതെ ആ ഉദ്യോഗസ്ഥർ അപേക്ഷ നൽകിയ അപേക്ഷകനെ വിളിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. അദ്ദേഹം നൽകിയ അപേക്ഷ പ്രകാരം ഈ രേഖകൾ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ നിയമപരമായി പോരാടുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് നിർബന്ധമായും ആ രേഖ കൊടുക്കേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള സനോജ്, രേഖ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഇന്നലെ നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടപ്പോൾ ആ ഉദ്യോഗസ്ഥ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് അതിലൊരു ഫയൽ മിസ്സിംഗ് ആണ് എന്നാണ് ആ ഉദ്യോഗസ്ഥ പറയുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഏത് ഫയലാണ് മിസ്സിംഗ് ആയിരിക്കുന്നത് അതറിയാനുള്ള അവകാശം മലയാളികൾക്കില്ലേ? അതെങ്ങനെ മിസ്സിംഗ് ആയി എന്നറിയാനുള്ള അവകാശം മലയാളികൾക്കില്ലേ? എന്തുകൊണ്ടത് മിസ്സിംഗ് ആയി പോയി? അത് കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പ്രധാനപ്പെട്ടതല്ലേ സനോജ്? തീർച്ചയായിട്ടും അതിലൊരു സുപ്രധാനമായിട്ടുള്ള ഫയൽ കാണാനില്ല, അല്ലെങ്കിൽ അത് മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് 2 ദിവസത്തിനകം ലഭിക്കും. അത് കിട്ടിയ ശേഷം അതും കൂടി ഉൾപ്പെടുത്തി വിശദമായ വിവരങ്ങൾ നൽകാമെന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിൽ അണ്ടർ സെക്രട്ടറി ആ ചെറുപ്പക്കാരന് നൽകിയ ഫോൺ സംഭാഷണത്തിലൂടെ നൽകിയ മറുപടി. എന്നാൽ അദ്ദേഹം പറഞ്ഞ ആ കാര്യം അത് പ്രാവർത്തികമാക്കാൻ ആ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ആ രേഖ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒളിച്ചുകളിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്.
ഈ കാര്യത്തിൽ സാറേ, ഗൗരവമായി എനിക്ക് ഒറ്റ തന്നെ സംശയമുള്ളൂ. ഏത് ആ രേഖയാണ് രേഖ കാണാതായതാണോ അതോ മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ അത് പൊതുസമൂഹം അറിയണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതാണോ? നമ്മുടെ സംശയം അതാണ്. തീർച്ചയായിട്ടും ഏത് രേഖയാണ് മിസ്സായത്, പ്രത്യേകിച്ച് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭാവിക്ക് പ്രതീക്ഷ നൽകുന്ന വലിയൊരു പ്രൊജക്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ രേഖ, ആ രേഖ ഏത് രേഖയാണ് മിസ്സായെങ്കിൽ അത് തിരികെ കിട്ടിയോ, അല്ലെങ്കിൽ അതൊക്കെ പൊതുസമൂഹത്തോട് പറയാനുള്ള ഉത്തരവാദിത്വം ഈ അണ്ടർ സെക്രട്ടറിക്ക് തന്നെയാണ്. അക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. ഈ വാർത്ത പുറത്തു വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണക്കുറിപ്പോ അല്ലെങ്കിൽ മറ്റ് പ്രതികരണങ്ങളോ ഒന്നും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതൊരു നിയമപരമായ പോരാട്ടത്തിലൂടെ വഴി തുറക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. തനിക്ക് താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ തീരൂ. തന്റെ അപേക്ഷ പ്രകാരമുള്ള രേഖകൾ നൽകാമെന്ന് അറിയിച്ചിട്ട് നൽകാതിരുന്നതിന്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ആ രേഖകൾ എവിടെ പോയി എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി വേണമെന്നുള്ളതാണ് ഈ അപേക്ഷകന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് കൂടി അദ്ദേഹം തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ തെളിവോടുകൂടി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയും. മനു.